നമസ്കാരം. ഞാൻ അനുരാധ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് നമ്മുടെ എന്താ പറയുക, കുട്ടികൾക്കിടയിലുള്ള കുറ്റകൃത്യങ്ങൾ. അത് പത്രങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ ഞങ്ങളെല്ലാവരെയും ഞെട്ടിക്കുന്ന, മനസ്സാക്ഷിയടക്കം ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്താണ് കുട്ടികൾ ക്രിമിനലാക്കണോ, അല്ലെങ്കിൽ കുട്ടികൾ വലിയൊരു എന്താണ് ഒരു ഒരു കുറ്റവാളിയാണോ എന്നൊക്കെയുള്ളൊരു രീതിയിലുള്ള സംശയം നമുക്ക് വരും. സാധാരണ ആൾക്കാരെ പോലെ അവരെ കുട്ടികളെ വലിയൊരു വ്യക്തിയെ ക്രിമിനലിനെ വിലയിരുത്തുന്ന പോലെ തന്നെ കുട്ടികളെ നമ്മൾ വിലയിരുത്തും. ആദ്യമായിട്ട് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്, അതായത് ബാലനീതി നിയമം പ്രകാരം കുട്ടികൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന കുട്ടികളെ നമ്മൾ നിയമവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത കുട്ടികളെന്നാണ് പറയാറ്. അതായത് അവരെ നമ്മൾ കുറ്റവാളികളായിട്ട് ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ അത് കുട്ടികളുടെ വലിയൊരു പണിഷ്മെൻറ്റിലേക്കോ നയിക്കുന്നൊരു രീതിയായിട്ട് മാറ്റാറില്ല. പ്രധാനമായിട്ടും നമുക്കറിയാം, കുട്ടികളെന്ന് പറയുന്നത് അവർ വളർന്നു വരുന്ന സാഹചര്യം, അവരുടെ ചുറ്റുവട്ടം, സോഷ്യലൈസേഷൻ, അതുപോലെ തന്നെ അവർക്ക് ഉപയോഗിക്കുന്ന മറ്റ് ലഹരി വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അവരെ പ്രകോപിപ്പിക്കാനിടയായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഇതൊക്കെയാണ് അവരെ കുറ്റകൃത്യങ്ങളിലേക്ക് സാധാരണ വ്യക്തികളെ പോലെ തന്നെ കുട്ടികളിലേക്ക് നീങ്ങുന്നത്. പക്ഷെ കുട്ടികളെ ഇത്തരം കാര്യത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് തിരിച്ചറിവുണ്ടാവേണ്ടത്. അതായത് ഈ ആരാണോ കുട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ തിരിച്ചറിവില്ലാതെ പ്രായത്തിൽ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെയാണ് ശരിക്കും പണിഷ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരം സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പലർക്കും ഹോമുകളെ പറ്റിയിട്ട് ദുർഗുണ പരിഹാര പാഠശാല എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരിക്കലും ദുർഗുണ പരിഹാര പാഠശാല എന്നുള്ള വാക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മൾ നിയമവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത കുട്ടികൾ എന്തെങ്കിലും ഒരു കുറ്റത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃത്യത ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുഖാന്തരം ഹാജരാക്കുകയും ജുവനൈൽ പോലീസ് വിങ് മുഖാന്തരം അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുകയും അതോടൊപ്പം തന്നെ JJB ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഹാജരാക്കുകയും മജിസ്ട്രേറ്റ് അടക്കം സോഷ്യൽ വർക്കേഴ്സ് അടക്കമുള്ള ഒരു ബോർഡ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ അതേ അവസ്ഥയിൽ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കുകയും കുട്ടികൾക്ക് എന്താണ് ആവശ്യം, ഇനി സീരിയസ് ആയ ഒരു കാര്യമാണ്, കുറ്റകൃത്യങ്ങളാണ് കുട്ടികൾ ചെയ്തതെങ്കിൽ അവർക്ക് അതിന് വേണ്ട ഫോളോ അപ്പ് നൽകുകയും ചെയ്യുന്നു. പ്രൊബേഷന് കുട്ടികളെ വിടുക എന്നാണ് പറയുക. ഒരിക്കലും കുട്ടികളെ ജയിലിലടക്കുന്ന സംവിധാനം ഇവിടെ ഇല്ല. അല്ലെങ്കിൽ ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറയുന്നൊരു വാക്ക് ഇവിടെ ഇല്ല. അത് തെറ്റാണ്. കുട്ടികളെ ഒരിക്കലും ജുവനൈൽ ഹോം എന്നുള്ള വേർഡുകൾ എടുത്തു കളയാൻ തന്നെ കാരണം, കുട്ടികൾ ഓരോ കാര്യങ്ങൾക്കും ചെയ്തതിനനുസരിച്ച് കുട്ടികളെ ആ തരത്തിൽ ട്രീറ്റ് ചെയ്യുകയും പരിചരിക്കുകയും അവർക്ക് വേണ്ട ഒബ്സർവേഷൻ ഹോമിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് വേണ്ട കൗൺസിലിംഗ്, മറ്റു കാര്യങ്ങൾ മറ്റു കുട്ടികളായിട്ടോ അല്ലെങ്കിൽ സാധാരണ കുട്ടികളായിട്ടോ ഇടപെടുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കുട്ടിയുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്തി വേണ്ട കൗൺസിലിംഗ്, നിരന്തരം ഫോളോ അപ്പ്, ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കുട്ടിയെ പഠിക്കുകയും 2 ആഴ്ചത്തോളം പഠിച്ചതിന് ശേഷം കുട്ടിയെ പ്രൊബേഷന് വിടുകയും ചെയ്യുന്നു. കുട്ടിയെ പ്രൊബേഷന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാവൽ പോലുള്ള പദ്ധതികളിൽ നമുക്ക് കുട്ടികൾ എന്ത് ചെയ്യാം, ചേർക്കാൻ കഴിയുന്നതാണ്. ഇതിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ലഹരി വസ്തുക്കൾക്ക് അടിമയാവുകയോ അല്ലെങ്കിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആവുകയോ സ്വഭാവത്തിനോ അല്ലെങ്കിൽ പാരൻറ്റിങ് ഇഷ്യൂസിനോ സ്കൂൾ ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാവൽ പദ്ധതി മുഖാന്തരം ഫോളോ അപ്പ് കൊടുക്കാറുണ്ട്. ഈ ഫോളോ അപ്പിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഏറെക്കുറെ കുട്ടികൾ കുറ്റകൃത്യം കുറയുകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ കുട്ടികളുടെ സുരക്ഷയും വീണ്ടും കുറ്റകൃത്യം ചെയ്യുന്നത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഇതിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം, കുട്ടികളെ ഒരിക്കലും തന്നെ ഇത്തരം നിയമപരമായ കൺസെപ്റ്റിലൂടെ നോക്കുകയാണെങ്കിൽ കുട്ടികൾ ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾക്കോ അല്ലെങ്കിൽ ക്രിമിനൽ കാര്യങ്ങൾക്കോ ഉപയോഗിക്കുന്നത് പോലും തെറ്റാണ്. ആ സാഹചര്യമാണ് മാറ്റേണ്ടത്. നമുക്ക് എല്ലാവർക്കും തന്നെ ഇമോഷണലി അറിയാം, കുട്ടികൾക്ക് വലിയ ആൾക്കാർക്ക് കൊടുക്കേണ്ട പോലെ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ ഒരു പ്രശ്നം വരുന്നവർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ എലിയെ പിടിച്ച് ഇല്ലം ചുടുക എന്നുള്ള പോളിസി മാറ്റി നമുക്ക് ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാവുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ഒരുക്കേണ്ടത്. ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, നമുക്കൊരു
ഒരു വ്യക്തിയെ പണിഷൊക്കെ ചെയ്ത് വീണ്ടും ഒരു ക്രിമിനലാക്കി മാറ്റുന്നതിനേക്കാൾ ഭേദമല്ല, അങ്ങനെ ഒരു പശ്ചാത്തലം ചാർത്തി കൊടുക്കുന്നതിനേക്കാൾ ഭേദം നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിയെ നല്ല രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് അറിയുമ്പോഴാണ് ഏറ്റവും വലിയ വിജയമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെതിരെ വരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പക്വതയോടുകൂടി കാണുകയും ഇതുപോലുള്ള ക്രിമിനൽസിനെ വീണ്ടും വീണ്ടും സമൂഹത്തിലേക്ക് നമ്മൾ ദാനം ചെയ്യാതെ വീണ്ടും അവരുടെ നല്ല വളർച്ചയിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ നൽകുവാനും നമ്മളെ കൊണ്ട് കഴിയണം. ഇത്രയാണ് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ എനിക്ക് സമൂഹത്തിൻ്റെ അടുത്ത് പറയാൻ തോന്നുന്നത്. താങ്ക് യു സോ മച്ച്.